കേരളത്തിൽ ഇതിനകം തന്നെ വിശദമായ ചർച്ചയ്ക്ക് വിഷയീഭവിക്കപ്പെട്ടിട്ടുള്ള കടൽ മണൽ ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ നടപടികൾ നിർത്തിവെക്കണമെന്നും കടൽ മണൽ ഖനനത്തിനെതിരായുമുള്ള വലിയ ക്യാമ്പയിനാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും കൊല്ലത്തിൻ്റെ തീരദേശ മേഖലയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്കും അതുപോലെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ കൂട്ടായുമുള്ള ക്യാമ്പയിനുകൾ നടന്നു വരികയാണ്. 27-ാം തീയതി തീരദേശ ഹർത്താൽ തന്നെ സംയുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ RSPയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും പരപ്പ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കൊല്ലം കൊയിലോൺ ബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മണൽ ഖനനത്തിനുള്ള പുതിയ ടെൻഡർ വിളിച്ചിട്ടുള്ളത്. ടെൻഡറിൻ്റെ തീയതി 28-ാം തീയതിയായിരുന്നു. അതിപ്പോൾ ദീർഘിപ്പിച്ചു. കാരണം എന്താണെന്നറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ 3 ജില്ലകളെ ഗുരുതരമായി ബാധിക്കുന്ന മണൽ ഖനനമാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന കടൽ മണൽ ഖനനത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നാട്ടിൽ നടന്നു വരുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തന്നെ RSPയുടെ നേതൃത്വത്തിൽ, RSP സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് 26-ാം തീയതി നാളെ ഒരു തീരദേശ പ്രചരണ ജാഥ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് മാർച്ച് മാസം 2-ാം തീയതി ശക്തികുളങ്ങരയിൽ സമാപിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരദേശ മേഖലയിൽ ജാഥ സഞ്ചരിച്ച് തീരദേശവാസികളുമായും ബഹുജനങ്ങളുമായും ആശയവിനിമയം നടത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന നിലയിലാണ് പാർട്ടി ഇത്തരത്തിലൊരു പരിപാടി ആലോചിച്ചിട്ടുള്ളത്. ആ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് ഞാൻ തന്നെയാണ്. കൂടാതെ ജാഥയിൽ അനിൽ B. കളത്തിൽ, K. സിസിലി, അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, പുലത്തറ നൌഷാർ എന്നിവർ ജാഥാംഗങ്ങളും KS സനൽകുമാർ, അഡ്വക്കേറ്റ് വിഷ്ണു മോഹർ എന്നിവർ ജാഥയുടെ സംഘാടകരുമാണ്. ഈ ജാഥാ പരിപാടി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശനാണ് നാളെ വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. ശക്തികുളങ്ങരയിൽ ജാഥ സമാപിക്കുമ്പോൾ സമാപന സമ്മേളനം RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഈ ജാഥയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ K. മുരളീധരൻ, അതുപോലെ തന്നെ ഹൈബി ഈഡൻ, RSPയുടെ സംസ്ഥാന നേതാക്കൾ സഖാവ് AASIS, ബാബു ദിവാകരൻ ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികളുടെയും പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കൾ സംബന്ധിക്കുന്നതാണ്. ഇതിലൊരു കാര്യം ഈ ജാഥയിൽ പ്രധാനമായും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് കുറേ കൂടി സ്പഷ്ടീകരിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം, കേരള നിയമസഭ ചേർന്നിട്ടും നിയമസഭയിൽ കടൽ മണൽ ഖനനം കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും തീരദേശ മേഖലയുടെ നിലനിൽപ്പിനും അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കാൻ പോലും കേരള നിയമസഭയിൽ ഗവൺമെൻറ് മുൻകൈ എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നാളിതുവരെയായി നിലപാടല്ല പ്രതികരിച്ചിട്ടില്ല. ശരിയാണ്, CITUവിൻ്റെ നേതൃത്വത്തിലൊക്കെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഔപചാരികമായി കടൽ മണൽ ഖനനത്തെ അതിനിശ്ചിതമായി എതിർത്തുകൊണ്ടും ഇത് നടത്താൻ അനുവദിക്കില്ല എന്ന് ശക്തമായ സന്ദേശം നൽകുന്ന നിലയിലുള്ള ഒരു പ്രതികരണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. ഞാനിത് പറയാൻ കാരണം, സമാന സ്വഭാവത്തിൽ തമിഴ്നാട് സംസ്ഥാനത്തുണ്ടായ ഘട്ടത്തിൽ തമിഴ്നാട് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ ഉദ്യമത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ വേണ്ടി വന്നാൽ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗമടക്കം വിളിച്ചു ചേർത്ത് കേരളത്തിൻ്റെ അതിശക്തമായ വിയോജിപ്പ് അറിയിക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്, അല്ലെങ്കിൽ നിയമസഭ പ്രമേയം പാസ്സാക്കേണ്ടുന്നൊരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പുലർത്തുന്ന മൗനം പരോക്ഷമായിട്ടെങ്കിലും ഈ സംരംഭത്തിന് സഹായകരമാണോ എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്.
അതിന് പ്രധാനപ്പെട്ട കാരണം, ആശങ്കയ്ക്ക് ആധാരമായിട്ടുള്ള കാരണം, എറണാകുളത്ത് ഇതിൻ്റെ ടെൻഡറിങ് നടപടിയുടെ ഭാഗമായിട്ടുള്ള റോഡ് ഷോ വെച്ചപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷ് ആ യോഗത്തിൽ ആവശ്യപ്പെട്ടത് മണൽ ഖനനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന റോയൽറ്റിയുടെ ഒരു വിഹിതം സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടി കിട്ടണമെന്നാണ് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് എറണാകുളത്ത് ചേർന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ മണൽ ഖനനത്തെ പരോക്ഷമായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതിന്മേലുള്ള റോയൽറ്റിയുടെ വിഹിതത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് വ്യക്തമാക്കുന്നത് മണൽ ഖനനം നടത്താം, പക്ഷേ സംസ്ഥാനത്തിനു കൂടി റോയൽറ്റി കിട്ടിയാൽ തർക്കമില്ല എന്നുള്ള നിലയിലേക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ആൻഡമാനിലും നിക്കോബാറിലും ഗുജറാത്തിലും അതുപോലെ കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിലൊക്കെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പ്രോജക്റ്റുകളും പരിപാടികളും കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടായിട്ടും ആദ്യം ഇതിനായി സെലക്ട് ചെയ്തിരിക്കുന്നത് കൊല്ലം മേഖലയാണ്. ഞാനതിൻ്റെ ഉള്ളടക്കത്തെ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിലേക്ക് പോകുന്നില്ല, മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം കൊയിലോൺ ബാങ്ക് എന്ന പേരിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും യന്ത്രവൽകൃത മത്സ്യത്തൊഴിലാളികളും ഒക്കെ ആശ്രയിക്കുന്ന ഏറ്റവും വലിയ മത്സ്യസമ്പത്തായിട്ടുള്ള 85 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആലപ്പുഴയിലും അതുപോലെ തിരുവനന്തപുരത്ത് വർക്കല വരെ കൊല്ലം ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന 85 കിലോമീറ്റർ ദൈർഘ്യമുള്ള പരപ്പ് അഥവാ കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന മത്സ്യസമ്പത്തിൻ്റെ മേഖലയാണ് തകർന്നടിയാൻ പോകുന്നത്. മാത്രമല്ല, കൊല്ലത്ത് ഇത് ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ സംശയിക്കുന്നു, ഇതിൻ്റെ പിന്നിൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണോ എന്ന് സംശയിക്കുക. കാരണം ഇവിടെ ഖനനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 27 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് ഖനനം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കരിമണൽ നിക്ഷേപമുള്ള പ്രദേശമാണ് ഈ പ്രദേശം. അപ്പോൾ ആ കരിമണൽ എന്തു ചെയ്യുമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടില്ല. ഈ ടെൻഡർ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. മാത്രമല്ല, അപ്പോൾ കരിമണൽ ഖനനം പരോക്ഷമായി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൻ്റെ കൂടി ഭാഗമാണോ കൊല്ലത്ത് ഇത് ആരംഭിക്കാനുള്ള നീക്കമെന്ന സംശയവും ഈ അവസരത്തിൽ ഉന്നയിക്കുക. 3 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിനെയോ തീരദേശ മേഖലയിലെ ജനങ്ങളെയോ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു ധാരണയുമില്ല. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല, സാമൂഹ്യ ആഘാത പഠനം നടത്തിയിട്ടില്ല. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗവേഷണവും ഒരു പഠനവും നടത്താതെ ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞ് 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ കടൽ വിഭവ സമ്പത്ത് പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2023 ഓഫ് ഷോർ ഏരിയാസ് മിനറൽസ് ഏരിയാസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് കടൽ മണൽ ഖനനത്തിനുള്ള നിയമനിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് നടപ്പാക്കുന്നതിന് ഇത്തരം ഒരു പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം, സാമൂഹ്യ ആഘാത പഠനം നടത്തണം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ഇതിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുണ്ട്. ഇതൊന്നും അതുപോലെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ച്, കാരണം ഭീമാകാരമായിട്ടുള്ള യന്ത്രങ്ങൾ കൊണ്ട് ഇത്രയും ടൺ, ഇപ്പോൾ കൊല്ലം തീരമേഖലയിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള 3 ബ്ലോക്ക് ടെൻഡർ അനുസരിച്ച് തന്നെ ഏതാണ്ട് 30.42 കോടി ടൺ മണൽ നിക്ഷേപമാണ് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം, ഇതിൻ്റെ വേസ്റ്റ് ഡംപിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം, കരിമണലുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊന്നും തന്നെ ഒരു സുതാര്യതയുമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഈ പദ്ധതി നിർത്തിവെച്ച് ഇത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യണം. ഒരു കാരണവശാലും ഇത് കടലിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും മാത്രം പ്രശ്നമായി കാണണ്ട. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയരുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ഘട്ടം, ഓക്കിക്കും സുനാമിക്ക് ശേഷം മത്സ്യസമ്പത്ത് ഗണ്യമായി കടലിൽ കുറയുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം, അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ കടൽമണൽ ഖനനവും കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിക്കഴിഞ്ഞാൽ നാടിൻ്റെ ആവാസ വ്യവസ്ഥ മൊത്തത്തിൽ പ്രതികൂലമായി മാറിത്തീരും. കടലിൻ്റെ ആവാസ വ്യവസ്ഥയും തീരദേശ മേഖലയുടെ തകർച്ചയ്ക്കും വഴിതെളിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒരു കാരണവശാലും ഇത് നടപ്പാക്കരുത്.
നടപ്പാക്കുന്ന പ്രക്രിയയ്ക്ക് ഒരു സുതാര്യതയുമില്ല. ബന്ധപ്പെട്ടവരുമായി കൂടി ആലോചിക്കാൻ പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് RSPയുടെ നേതൃത്വത്തിലുള്ള ഈ ക്യാമ്പയിൻ ഞങ്ങൾ നാളെ മുതൽ ഔപചാരികമായി ആരംഭിക്കുന്നത്. ഏതായാലും വലിയ കമ്പനികൾ, അതുപോലെ വിദേശ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുമൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഏറ്റവും കുറഞ്ഞ് മാത്രവുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം 12 നോട്ടിക്കൽ മൈൽ, ഏതാണ്ട് 22.5 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തീരദേശത്തു നിന്നുള്ള കടൽ പ്രദേശം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. സ്വാഭാവികമായി ഇതിന് പുറത്താണെന്നുണ്ടെങ്കിലും ഇതിന് തീരക്കടലിന് അപ്പുറത്താണെന്ന് നടക്കുന്നതെങ്കിൽ പോലും ഇതിനെ സ്വാഭാവികമായും ബാധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിനെ വിശ്വാസത്തിലെടുക്കണ്ടേ ഈ കാര്യത്തിൽ? അതിന് പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് ഈ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ശക്തമായ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സജീവമായി രംഗത്ത് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. 27-ാം തീയതി UDFൻ്റെ സംസ്ഥാന സമിതി യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. തുടർ പ്രക്ഷോഭ പരിപാടികൾ മുന്നണി തലത്തിലും പാർട്ടി തലത്തിലുമൊക്കെ അന്ന് അന്തിമ രൂപം നൽകുന്നതാണ്. നയപരമായ പ്രശ്നമല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഒരു നയപരമായ പ്രശ്നമെന്ന് പോളിസി മാറ്റർ എന്നുള്ള നിലയിൽ കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. മാത്രമല്ല പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ പിൻബലം ഇതിനുണ്ട്. നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ 2023 ഈ നിയമം പാസ്സാക്കുന്നത് പോലും ചർച്ച കൂടാതെയാണ്. മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭ പ്രക്ഷുബ്ധമായി ബഹളമുണ്ടായ സമയത്താണ് ഈ ഓഫ് ഷോർ മൈനിങ് ഏരിയാസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് അത് ഭേദഗതി ചെയ്തുകൊണ്ട് ഈ നിയമം കൊണ്ടുവരുന്നത് തന്നെ സഭ ശബ്ദാമാന അന്തരീക്ഷത്തിൽ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയെടുത്താണ് 2023 ഈ ആക്ട്. അപ്പം നിയമത്തിൻ്റെ പിൻബലമുണ്ട്. നയപരമായി കേന്ദ്ര ഗവൺമെൻറ്റിന് നിലപാട് സ്വീകരിക്കാൻ കഴിയും. സ്വാഭാവികമായും ചോദ്യം ചെയ്യാൻ കഴിയുന്നത് സാമൂഹ്യ പ്രത്യാഘാത പഠനവും പാരിസ്ഥിതിക പ്രത്യാഘാത പഠനവും ഒക്കെ ചോദ്യം ചെയ്യാൻ കഴിയും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് മുമ്പ് ഇതുപോലെ പല മാത്രമല്ല ലോകരാജ്യങ്ങളിൽ പരിശോധിച്ചാൽ, ലോകരാജ്യങ്ങളിൽ മനസ്സിലാക്കുന്ന ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടൽ മണൽ ഖനനം നടന്നിട്ടുള്ളത് ഇന്തോനേഷ്യയിലാണ്. അവിടെയാണ് ഏറ്റവും വലിയ സുനാമിയുടെ ആഘാതമുണ്ടായത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പല രാജ്യങ്ങളും ഈ ഉദ്യമത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നതേ ഉള്ളൂ. നടത്തിയ പല രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. കാരണം സ്വാഭാവികമായിട്ടുള്ള കടലിൻ്റെ ആവാസ വ്യവസ്ഥ തീരപ്രദേശത്തിൻ്റെ ഒരു നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മത്സ്യസമ്പത്തിൻ്റെ പ്രജനനത്തെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഉദ്യമം ഇതെല്ലാം 2047 ഒറ്റ ആർഗ്യുമെൻ്റാണ്. ഇവിടെ പ്രസ് ക്ലബ്ബിൽ തന്നെ ഇവിടെ സംഘടിപ്പിച്ച ഒരു സംവാദത്തിൽ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്ന BJPയുടെ പ്രതിനിധികൾ പറഞ്ഞ ഒറ്റ ന്യായമല്ലേ അവർക്ക് പറയാനുള്ളൂ. 2047 അതിവികസിത രാഷ്ട്രമായി രാജ്യത്തെ മാറ്റാൻ കടൽ വിഭവ സമ്പത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു നിലപാടും ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി പറയാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏകപക്ഷീയമായിട്ടുള്ളൊരു നടപടിയുമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങളും പരിസ്ഥിതിയും തകർത്തുകൊണ്ടുള്ളൊരു വികസന പ്രക്രിയയോട് നമുക്ക് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. അല്ല, ഇതെല്ലാം ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമാണ്. 90കളുടെ തുടക്കത്തിൽ ആരംഭിച്ച ഉദാരവൽക്കരണ സാമ്പത്തിക നയം തന്നെയാണ്. 90കളല്ല, 80കളുടെ പകുതിയോടുകൂടി WTOയിൽ നമ്മൾ ഒപ്പുവെക്കുന്നത് 85-ലാണ്. ആ 85 മുതൽ അല്ലെങ്കിൽ 80കളുടെ പകുതിയോടുകൂടി ആരംഭിച്ച ആ നയം ഇന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശക്തമായി നമ്മൾ എതിർക്കുന്നത്, ആക്ഷേപിക്കുന്നത് അദാനിയാണ്. ആ അദാനിയാണ് 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നിക്ഷേപിക്കാൻ പോകുന്നത്. അദാനിയുടെ നിക്ഷേപത്തിൻ്റെ പട്ടികയിൽ 5,000 രൂപയുടെ ലോജിസ്റ്റിക്കൽ പാർക്കുണ്ട്. ആ ലോജിസ്റ്റിക്കൽ പാർക്ക് ഈ മണൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഗോഡൗൺ നിർമ്മിക്കാനും അതിൻ്റെ ലോജിസ്റ്റിക്കൽ സപ്പോർട്ടാണോ എന്ന കാര്യത്തിൽ ഞാനിത് ഒരു അപ്രിഹെൻഷൻ പറയുന്നതാണ്. അതുപോലെ വേറൊന്ന് രണ്ട് കമ്പനികളും ലോജിസ്റ്റിക്കൽ പാർക്കുമായി വന്നിട്ടുണ്ട് ആഗോള നിക്ഷേപക സമ്മേളനത്തിൽ. ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും ജനങ്ങളുടെ താല്പര്യങ്ങളെയും തകർത്തുകൊണ്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനോടൊന്നും ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. നമുക്ക് വ്യക്തമല്ല, 30,000 കോടി രൂപ അദാനി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ.
അത് ഏതൊക്കെ പദ്ധതികളാണ് എന്നുള്ള വിശദാംശങ്ങൾ അറിയുമ്പോൾ ബാക്കി കാര്യത്തെ സംബന്ധിച്ച് പറയാം.